ഒരിക്കൽ കർത്താവിനോട് പത്രോസ് ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിക്കുകയാണ്, എന്ത് കിട്ടും? പലരുടെയും ചോദ്യമാണ്, കർത്താവിനെ അനുഗമിച്ചാൽ എന്ത് കിട്ടും? ചിലരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവിനെ അനുഗമിക്കാൻ ഇറങ്ങിയിട്ടുള്ളതും. അവരുടെ പ്രവർത്തന ശൈലിയിൽ അത് നമുക്ക് ബോധ്യപ്പെടും. അവരുടെ എല്ലാ വഴികളിലും ഈ ഒരു ചിന്തയുണ്ടാവും, കർത്താവിനെ അനുഗമിച്ചാൽ എന്തെങ്കിലും കിട്ടണം എന്ന ഉദ്ദേശം. എന്നാൽ ചിലരങ്ങനെയല്ല. അവർക്ക് കർത്താവിൻ്റെ വചനവും കഴിഞ്ഞാണ് ജീവിതം തന്നെ. പല ആളുകൾ യേശുവിനെ അനുഗമിച്ചു എന്ന കാരണത്താൽ എന്നും പട്ടിണിയായിരിക്കുമോ? യേശുവിനെ അനുഗമിച്ചു എന്ന കാരണത്താൽ എന്നും സമൃദ്ധിയായിരിക്കുമോ? ഇങ്ങനെ പല സംശയങ്ങളുണ്ട്. ഒരു ചെറിയ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. ആ കാലത്ത് യേശു ശബ്ബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ തൻ്റെ സന്തത സഹചാരികളായി എപ്പോഴും തന്നോടുകൂടി ഉണ്ടായിരുന്നു. പിന്നെ കൂടെ കൊണ്ട് നടക്കുന്നവരുടെ സന്ധാരണം കൂടി കർത്താവ് നോക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണല്ലോ, നമുക്കറിയാം. എന്നാൽ ഇവിടെ ഇതാ, തൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വല്ലവൻ്റെയും വയലിൽ കൂടി നടക്കുമ്പോൾ സ്വന്തമല്ലാത്ത മറ്റൊരുവൻ്റെ വയലിലെ കതിര് പറിച്ച് തിന്ന് വിശപ്പടക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ പരീശന്മാർ അത് കണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും കർത്താവ് കൊടുക്കുന്ന ഉത്തരങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഞാനതല്ല എൻ്റെ ചിന്ത. ഈ കതിര് പറിച്ച് തിന്ന വിശപ്പ് സഹിച്ചുകൊണ്ടാണ് പിന്നെയും ഇവർ കർത്താവിനോട് കൂടെ നടക്കുന്നത്. എന്നാൽ മനസ്സിലാക്കൂ, ഈ വിശപ്പടക്കി മുന്നോട്ട് പോയ ഈ പ്രിയ സഹോദരങ്ങൾ, പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് 5000 പേർക്ക് അവരുടെ കൈകൊണ്ട് വിളമ്പി കൊടുക്കുന്നതാണ്. ബാക്കി 12 കൊട്ട ശേഖരിച്ചെടുക്കുന്നതാണ്. കർത്താവിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു വന്ന കാരണത്താൽ നിങ്ങൾ ചിലപ്പോൾ അല്പം ഭാരമൊരു അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് വന്നേക്കാം. എന്നാൽ അതേ വ്യക്തി ദൈവം ഏതെല്ലാം നിലകളിൽ ഉപയോഗിക്കുമെന്നത് സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. ഇവരൊരിക്കലും ചിന്തിച്ചില്ല ഇവരുടെ കൈകൊണ്ട് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും, ഇത്രയും ബാക്കി ഉണ്ടാക്കാൻ കഴിയും, ഒന്നും ഇവർ ചിന്തിച്ചില്ല. എന്നതുപോലെ നിങ്ങളുടെ കഷ്ടതയ്ക്കപ്പുറം ദൈവം ഒരു നന്മ വെച്ചിട്ടുണ്ട്, ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അതിനായിട്ട് കാത്തിരിക്കുക. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കായിട്ടും സ്തോത്രം. അടിയങ്ങളുടെ അനുദിന ജീവിതവും അങ്ങോടൊപ്പമുള്ള യാത്രയും യാതൊരുവിധമായ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അല്ലാതിരിക്കുവാൻ ഞങ്ങൾ പിന്നെ ശ്രദ്ധിച്ചു മുന്നേറും. ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗാഡ് ബ്ലെസ് യു.